ഇതുപോലത്തെ പഴയ ക്യാനുകളുണ്ടെങ്കിൽ ഒന്നും കളയണ്ട കേട്ടോ. അത് വെച്ചിട്ട് നമുക്ക് സൂപ്പർ ഐഡിയ ഉണ്ട്. ഞാനൊരു പരീക്ഷണാർത്ഥം കുറച്ച് ഉള്ളി നട്ടിട്ടുണ്ടായിരുന്നു ഇതുപോലുള്ള ക്യാനിൽ. അപ്പോൾ ക്യാനിൽ മാത്രമല്ല കുപ്പികളിലും പ്ലാസ്റ്റിക് കുപ്പികളിലും ഉള്ളി എടുത്തിട്ട് നട്ടിട്ടുണ്ട്. അപ്പോൾ വെളുത്തുള്ളി നട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ ചുവന്നുള്ളി നട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ നമ്മുടെ പച്ചക്കറി തോട്ടത്തിലുണ്ടല്ലോ, പിന്നെ ഒരുപാട് പച്ചക്കറികളുടെ പരീക്ഷണങ്ങൾ നടത്തിയല്ലോ. അപ്പോൾ അതിൽ വിജയിച്ചൊരു സംഭവമാണ് കേട്ടോ ഈ ഉള്ളി നടൽ. പിന്നെ ഞാൻ ഈ വീഡിയോ എടുത്ത് വെച്ചത് കുറേ ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചെടിച്ചട്ടിയിലൊക്കെ പൂക്കളുണ്ടാവുന്ന ചെടികൾക്കൊക്കെ ഇതുപോലെ ഉള്ളിത്തോടൊക്കെ ഇട്ട് കൊടുക്കും. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ചെറിയ ഉള്ളികൾ പെട്ടിട്ട് മുളച്ച് വന്നിട്ടുണ്ടായിരുന്നതാണ് ഇത് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ഉള്ളി വെറുതെ നട്ട് നോക്കുകയാണ്, നമുക്കിത് പിടിക്കുമോ അറിയാൻ വേണ്ടി. ഇതുപോലത്തെ ക്യാൻ ഉണ്ടല്ലോ നമ്മുടെ, ഇത് ഡിറ്റർജൻറ്റ് ക്യാനാണ്. ഇതിലാണ് ഞാൻ ഉള്ളി നടാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെ നല്ല ഹോൾസൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ക്യാനായിരിക്കണം. ഡ്രെയിനേജ് ഹോളൊക്കെ നന്നായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ തെർമോക്കോളാണ് ഇട്ടിട്ടുള്ളത് ബേസായിട്ട്. പിന്നെ ചകിരി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈർപ്പം നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് ചകിരി ഇടുന്നത്. തെർമോക്കോൾ ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ വെള്ളം നന്നായിട്ട് ഒഴുകി പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ നമ്മളെപ്പോഴും ഇടുന്നത് പോലെ കരിയിലയിലാണ് കേട്ടോ ഞാനിത് നടാൻ പോകുന്നത്. ശരിക്കും ഉള്ളി നടുന്നത് ചാണകപ്പൊടിയും അതുപോലത്തെ പൊട്ടി മിക്സൊക്കെ സെറ്റ് ചെയ്തിട്ട് നല്ല രീതിയിലാണ് ഉള്ളി നടുക. ഞാനിത് ആദ്യമായിട്ട് ഉള്ളി നട്ട് നോക്കുകയാണ്. നമ്മുടെ കാലാവസ്ഥയിൽ ഉള്ളി പിടിക്കുമോ എന്നറിയണ്ടേ. അപ്പോൾ ഞങ്ങളുടെ ഏരിയയിലൊക്കെ ഉള്ളി പിന്നെ 3 കിലോ 100 എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ളി പോകട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഉള്ളി പഠിക്കൽ. ആഴ്ചയിൽ പോവും. ഉള്ളിയുടെ വലിയൊരു പെട്ടി വണ്ടിയിലാണ് കേട്ടോ ഉള്ളി വിൽക്കാൻ വേണ്ടിയിട്ട് വരും തമിഴന്മാർ. അപ്പോൾ എനിക്ക് ഉള്ളി നമ്മുടെ കാലാവസ്ഥയിൽ പിടിക്കുമെന്നൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെറുതെ നട്ട് നോക്കുകയാണ്. അപ്പോൾ പക്ഷേ ഈ പരീക്ഷണം സക്സസ് ആയിട്ടുണ്ട് കേട്ടോ. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ കേട്ടോ. അതിൽ കാണിക്കുന്നുണ്ട് സക്സസ് ആയത്. അപ്പം ഞാനതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുന്നത് ഒരു പിടി പോട്ടി മിക്സാണ് കേട്ടോ. അപ്പം ഞാൻ പോട്ടി മിക്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇട്ട് കൊടുക്കുന്നത്. സാധാരണ മണ്ണിട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ കരിയിടലും മേലെ സാധാ മണ്ണിട്ട് കൊടുത്താൽ മതി. പക്ഷെ ഞാനിതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുന്നത് പോട്ടി മിക്സ് ഉണ്ടായ കാരണം അത് കുറച്ചിട്ട് കൊടുത്തിട്ടോ. ഇത്ര തന്നെ ഞാൻ ചെയ്യണുള്ളൂ. എന്നിട്ട് ഇതിലാണ് കേട്ടോ നമ്മൾ ഉള്ളി നടുന്നത്. അപ്പോൾ വെളുത്തുള്ളി ഇതുപോലെ മുളച്ചു വന്നതായിരുന്നു. പക്ഷെ അത് കുഞ്ഞുള്ളിയാണ് കേട്ടോ. നമ്മൾ ഉള്ളി നടുന്ന സമയത്ത് നല്ല ഉള്ളി നോക്കിയിട്ട് നട്ടു കൊടുക്കുക. അപ്പോഴാണ് നല്ല വിളവ് കിട്ടുക കേട്ടോ. ഇത് ഞാൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചെടികളിലും ഇതുപോലെ മുളച്ച് വന്നിട്ടുള്ള പാഴുള്ളിയാണ് കേട്ടോ. പക്ഷേ ഇത് നല്ല വിളവ് തന്നെയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് കാണാം. എന്നിട്ട് ഞാൻ ഇത് നട്ടു കൊടുത്തു. വേറെ ഒന്നും ചെയ്യണില്ല. പിന്നെ ഇതിനൊന്ന് ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുക്കാം. ശരിക്കും ഉള്ളി നട്ട് കഴിഞ്ഞാൽ നല്ല വെയിലത്ത് വെക്കണം കേട്ടോ. എന്നാലാണ് നല്ലൊരു ഗ്രോത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. തണലത്ത് വെക്കരുത്. ഉള്ളി പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊന്ന് വേര് പിടിക്കാൻ വേണ്ടിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് തണലത്ത് വെക്കാം. പക്ഷേ ഇത് നല്ല വെയിലത്ത് വെക്കുക കേട്ടോ. ഉള്ളി ഒരു 3 ചുവന്നുള്ളിയാണ് മുളച്ച് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വെളുത്തുള്ളി കുറച്ച് കൂടുതൽ മുളച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും നട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിപ്പോൾ നനച്ചു കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു കുപ്പിക്ക് ഒരു ഓട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലും ജസ്റ്റ് നനച്ചു കൊടുത്തൊക്കെയാണ് കേട്ടോ. നല്ല പോലെ തന്നെ നനച്ചു കൊടുക്കാം. വാളയും നട്ടിട്ടുണ്ട് കേട്ടോ. അതും ഇതുപോലെ മുള വന്നിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം ഞാൻ ടെറസിൽ നമ്മുടെ ടെറസ് ഗാർഡൻ സെറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ താഴെ വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാനിത് ടെറസിൽ കൊണ്ടുപോയി വെച്ചിട്ടാണ്. പിന്നെ എനിക്കൊരു ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി കിട്ടിയിട്ടുണ്ടായിരുന്നു. ചെറിയ കുപ്പിയല്ല, വലിയ ഒരു 3 ലിറ്ററിൻ്റെ ഒക്കെ ഒരു കുപ്പി. അപ്പോൾ അതിലും ഞാൻ ഇതുപോലെ ഉള്ളി നടുന്നുണ്ട്. നല്ല ഹോളുള്ള ഒരു കുപ്പിയാണ്. ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് പിന്നെ അതിൽ ചകിരിയും അതുപോലെ തന്നെ കരിയിലയും പിന്നെ നമ്മുടെ സാധാരണ ഞാൻ ചെടിച്ചട്ടിയിലൊക്കെ നിറച്ചിട്ടുള്ള അങ്ങനെ കിട്ടുന്ന മണ്ണാണ് കേട്ടോ. അപ്പോൾ ഒരു ചെടിച്ചട്ടി കൊട്ടിയപ്പോൾ അതിലുണ്ടായിരുന്ന മണ്ണാണ്. അപ്പോൾ അതിൽ മുട്ടത്തോട് ഇട്ടതും അതുപോലെ തന്നെ നമ്മുടെ പച്ചക്കറിയുടെ വേസ്റ്റും ഒക്കെ ഇട്ടിട്ട് അത് കമ്പോസ്റ്റായിട്ടിരിക്കുന്ന ഒരു മണ്ണായിരുന്നു. അപ്പോൾ അതാണ് ഇതിൽ നിറച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതുപോലെ ചകിരി ഇട്ട് കൊടുക്കുക. ഈ മണ്ണും കൂടി അതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിൽ ഇതുപോലെ മുട്ടയുടെ തോട് അതുപോലെ തന്നെ നല്ല കമ്പോസ്റ്റൊക്കെ ചേർന്നിട്ടുള്ള നല്ല നീർവാഴ്ചയുള്ള നല്ലൊരു മണ്ണാണ് ഇട്ടത്. ഇങ്ങനത്തെ കുപ്പികളിൽ നമുക്ക് ഉള്ളി നട്ട് കഴിഞ്ഞാൽ നമുക്ക് അധിക സ്ഥലത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. എവിടെയെങ്കിലും കുളത്തിട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇതിന് നമുക്ക് തൂക്കിയിടാൻ വേണ്ടിയിട്ട് ഒരു കയറുകൊണ്ട് കെട്ടാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു കുപ്പി കിട്ടിയ കയറിൽ ജസ്റ്റ് ഒന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട്. ആദ്യത്തെ ഉള്ളി നടൽ കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇതേപോലെ ഉള്ളി നമ്മൾ ചെടിച്ചട്ടിയിൽ മുളച്ച് വന്നപ്പോൾ
അതിനെ ഞാൻ പറിച്ച് നട്ടത്. അപ്പോൾ ഇതുപോലെ ഒരു കയറിൽ കെട്ടിയിട്ട് നമുക്കൊരു ഹാങ്ങിങ് ആയിട്ട് തൂക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഉള്ളി ഇടുന്ന സമയത്ത് ഞാൻ ടെറസിലേക്ക് കൃഷിയൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ താഴെ ഉണ്ടായിരുന്ന ഉള്ളിയും ഞാനിവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഉള്ളിയും ഞാനിതാ ഇവിടെ തൂക്കാൻ പോകട്ടെ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നട്ട ഉള്ളിയാണ് ഇത്. അപ്പോൾ അത് ഇതാ നല്ല രീതിയിൽ മുള വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിൽ ഞാൻ ശംഖുപുഷ്പത്തിൻ്റെ വിത്തിട്ടുണ്ടായിരുന്നു, അതും മുളച്ച് വന്നിട്ടുണ്ട്. വയലറ്റ് കളറാണ്. അപ്പോൾ അതിവിടെ നമ്മൾ അടുത്ത വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വിത്ത് മേടിച്ചിട്ട് ഞാൻ ഇതിലും ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കിയതാണ്. മുളക്കൊന്നും എനിക്ക് അത്ര ഉറപ്പുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കി, അത് മുള വന്ന്. പിന്നെ അതും നല്ലൊരു തൈയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു ഉള്ളി ഏകദേശം ഒരു മാസം കൂടി കഴിഞ്ഞപ്പോഴത്തേനും ഏകദേശം ഒരു 3 മാസത്തോളം നട്ടിട്ട് 3 മാസത്തോളമായി. അപ്പോൾ നമ്മുടെ ഇലകളൊക്കെ ഇതുപോലെ കരിഞ്ഞു തുടങ്ങി. അപ്പോൾ ഉള്ളിക്ക് നല്ല വെയിലത്ത് വെക്കണം. അപ്പോൾ വെയിൽ കൊള്ളുന്നതിനനുസരിച്ചിട്ടാണ് അതിൻ്റെ ഗ്രോത്ത് കിട്ടുക. അപ്പോൾ ഞാനിതിങ്ങനെ ഇല കരിഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് പറിച്ച് നോക്കുകയാണ്. ഉള്ളിക്ക് എത്രത്തോളം വിളവുണ്ടാവുമെന്ന് എനിക്ക് യാതൊരു മാത്രമല്ല ഒരു ഉള്ളിയും കൂടി ഉണ്ടായിരുന്നു, അതും പറിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ഉള്ളിയാണ് എനിക്ക് കിട്ടിയത്. ഇതിന് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ കാലാവസ്ഥയിൽ ഏത് കാലാവസ്ഥയിലും എൻ്റെ ടെറസിൽ കൃഷി ചെയ്യാൻ പറ്റിയതാണ് ഉള്ളി. അപ്പോൾ ഇനി നല്ല രീതിയിൽ ഇതുപോലത്തെ പ്ലാസ്റ്റിക് ബോട്ടിൽസൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പം ഞാൻ അതിൻ്റെ വെറൈറ്റി ഐഡിയകളായിട്ട് ഇനി ഉള്ളി നട്ടിട്ട് നമുക്ക് വീഡിയോ ചെയ്യാനുള്ളതാണ്. റിസൾട്ട് നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. നല്ല ഹൈപ്പ് ചെയ്യാൻ പറ്റുന്നവർ ഹൈപ്പും ലൈക്കും അതുപോലെ നല്ല കമൻസും ഒക്കെ ഇടണേ. പിന്നെ അഭിപ്രായങ്ങൾ പറയണം. പിന്നെ ഞാൻ നല്ല സ്പീഡിൽ പറയണോ അതോ എൻ്റെ ഇതേ രീതിയിൽ തന്നെ സംസാരിക്കണോ എന്നുള്ളതൊക്കെ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അത്യാവശ്യമാണ്. പിന്നെ അതുപോലെ തന്നെ വെളുത്തുള്ളി പറിച്ചെടുത്തപ്പോൾ അത് വന്നിട്ടില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ വെളുത്തുള്ളി ഒരു കുഞ്ഞുള്ളിയായിരുന്നു. അപ്പോൾ നല്ല ഉള്ളി നോക്കിയിട്ട് നമ്മൾ നടുകയാണെങ്കിൽ നല്ലപോലെ വരും കേട്ടോ. അപ്പം ഞാൻ ഇനി നല്ല ഉള്ളി നോക്കിയിട്ടാണ് ഇനി നടുക. ഇതുപോലെ വെറുതെ മുളച്ച് വരുന്ന ഉള്ളി എടുത്തിട്ട് ഞാൻ നടില്ല. ഇനി നടുന്ന സമയത്ത് നല്ല ഉള്ളി നോക്കിയിട്ട് നടും. പിന്നെ അതിൻ്റെ പോട്ടി മിക്സിലൊക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഉള്ളിയെ പറ്റിയിട്ടുള്ള അടുത്ത വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ നിങ്ങളോട് ഇതേ രീതിയിൽ തന്നെയാണോ സംസാരിക്കേണ്ടത് അതോ ഞാനിങ്ങനെ വലിച്ച് നിൽക്കാതെ, പിന്നെ കുറേ പേർക്കില്ല കുറച്ച് പേർക്കൊക്കെ അഭിപ്രായമുണ്ട് ഞാൻ ഇച്ചിരി വലിച്ച് നീട്ടി പറയുന്നുണ്ടെന്ന്. അപ്പോൾ അതിന് മാറ്റം വരുത്തണോ എന്ന് കമൻറ്റിലൂടെ പറയണം. ഞാൻ വേറെ ഉള്ളി ഒന്ന് നോക്കിയപ്പോൾ വേറെ ക്യാനിൽ പിന്നെയും എനിക്ക് ഉള്ളി കിട്ടിയപ്പോൾ കൊടുന്ന് നട്ടിട്ടുണ്ടായിരുന്നു ആ ക്യാനിൽ. അപ്പോൾ അത് നോക്കിയപ്പോൾ ആയിട്ടില്ല കേട്ടോ. അപ്പോൾ അത് കുറച്ചും കൂടി വെയിറ്റ് ചെയ്യട്ടെ. ഈ ഉള്ളി എന്താണെന്ന് വെച്ചാൽ ഈ ഇലകളുണ്ടല്ലോ, ഈ പച്ച കളറിലുള്ള ഇല അത് ഉണങ്ങിയിട്ട് ഇങ്ങനെ വീഴും. അപ്പോൾ ആ ടൈമിലാണ് നമ്മൾ ഉള്ളി പറിക്കേണ്ടത്. അപ്പോൾ ഒരു ആഴ്ച നമ്മൾ നനക്കാതിരിക്കണം. അപ്പോഴാണ് നമുക്ക് നല്ല ഉള്ളി കിട്ടുക. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ടിപ്സൊക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.